ഫ്രണ്ട്സ് ടൂറിട്ട് ഹീറോയുടെ ചേട്ടനൊക്കെ മാരേജുമായി മിയക്കൂടെ അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായി. കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയിൻ്റെ ചേട്ടനൊക്കെ ബോയ് ബേബി ജനിച്ചു. ഹീറോയി പഠിക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഹീറോയി കുറച്ച് കഴിഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് കോളേജ് പഠിക്കുമ്പോൾ പ്രപ്പോസ് ചെയ്യായിരുന്നു. ബോയ്സ് ഇങ്ങനെ ഹീറോയ്ക്ക് ഇൻട്രസ്റ്റ് കാട്ടി പ്രപ്പോസ് ചെയ്ത ഹീറോയി അക്സെപ്റ്റ് ഒന്നും ചെയ്തിട്ടായിരുന്നു. ഹീറോയി പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്തില്ല. അവനായിട്ട് ഹീറോയി കണ്ട് കഥയാക്കിയായിരുന്നു. അതെ, നന്നായിട്ട് കണ്ട് കഥയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയി കണ്ട് കഥ പീറ്റേഴ്സ് മുമ്പ് മാരേജൊക്കെ പീറ്റേഴ്സ് മുമ്പ് മാരേജൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഹീറോയി പീറ്റേഴ്സ് മുമ്പ് കണ്ട് കഥായിരുന്നു. പീറ്റേഴ്സ് മുമ്പ് ഹീറോയിനെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ അവർ മാരേജ് കഴിഞ്ഞപ്പോൾ അവർ പോയിരുന്നു. ഹീറോയി പഠിച്ചു കഴിഞ്ഞു. ഹീറോയിൻ്റെ വീട്ടിൽ സംസാരിക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് മാരേജ് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് ശരി ഓക്കെ, പീറ്റേഴ്സ് മെമ്പർക്കും അവർ സന്തോഷത്തിലുള്ളല്ലേ, ശരി അവർക്ക് മാരേജ് ഞാനെന്ത് ചെയ്യാം. അങ്ങനെ ഹീറോയി മാരേജ് സമ്മതിച്ചു. ഹീറോയ്ക്ക് മാരേജ് നടന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. 7 പേർ താലികെട്ട് കല്യാണം മുടക്കി. അത് പീറ്റേഴ്സ് മെമ്പർ നോക്കില്ലായിരുന്നു. പിന്നെ ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പാൽ കൊണ്ടുപോയി കൊടുത്തായിരുന്നു ഹീറോയി. ശരി വേറെ എന്ത് വഴിയുണ്ട് അങ്ങനെ പറഞ്ഞ് ഹീറോയി പാലെടുത്തോണ്ട് ഇങ്ങനെ വരുമായിരുന്നു. ഇപ്പോൾ സ്റ്റോപ്പായി. ഫ്രണ്ട്സ് എല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ പീറ്റേഴ്സ് കേൾക്കായിരുന്നു. മച്ചി കൺഗ്രസ് ഡി, മാരേജ് ആയില്ലേ? അതെടി. അങ്ങനെ ഫ്രണ്ട് ചോദിക്കാറ് മച്ചി ഫസ്റ്റ് പൂജ ചടിക്കായിരുന്നു. എടി പീറ്റേഴ്സ് മെമ്പറിനെ കുറിച്ച് എന്താടി പറയാ? അവർക്ക് എന്താ പറയാ? ജിന്ന് ഓൾഡ് മാൻ ആൻസം പറഞ്ഞ് അവർ മയക്കി. ഞാൻ എത്ര ക്രഷായിട്ടുണ്ടായിരുന്നു. അവനക്ക് മാരേജും ആയില്ലേടി. അങ്ങനെ ജിന്നക്ക് വഴക്ക് പറയാൻ തുടങ്ങി. ജിന്നക്ക് ടെൻഷനായി. അത് ഷുഗർ എന്ന് പറയുന്നത് ക്യൂട്ട് ബോയ് ക്യൂട്ട് ക്യാറ്റ് അത് മതി. അങ്ങനെ ഷുഗർ പാട്ട് പോലെ ഒരുപാട് ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിച്ച് പാട്ടെല്ലാം പാടി അതുപോലെ ഷുഗർ സ്റ്റൈലായിട്ട് അവർ മയക്കുമുണ്ടായിരുന്നു. അത് പറഞ്ഞ ഹീറോയി ഷുഗർക്ക് ഡേ വാടി അകത്ത് വെച്ചിട്ടുണ്ട് ജിൻ ഷുഗർ എന്നിരിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ആരാ? ഓൾഡ് മാൻ ജേഹൂബ് ഡാൻസ് ചെയ്തു മയക്കിലടി ജേഹൂബ്. അതുകൊണ്ട് ആ പെണ്ണ് എല്ലാ ദിവസമായി. അതുകൊണ്ട് ജേഹൂബും മാരേജായി. ഞാനെന്നെ ജേഹൂബിനെ നോക്കുന്നത്. എന്നെ ജേഹൂബ് പറയാതെ ജേഹൂബ് പോകാൻ നോക്കിയായിരുന്നു. അടിപ്പാവി. നെക്സ്റ്റ് ആറും നല്ല സ്ട്രിക്റ്റ്. ഞാൻ പോയി കൃഷും ഉണ്ടായിരുന്നു. മാത്രം അവളും കുറച്ച് എനിക്ക് പേടിയുണ്ടായിരുന്നു. അത് മാത്രം ആറാം മാരേജ് കഴിച്ചു. ആറാം എനിക്ക് പിടിക്കുമായിരുന്നു. അവനും മാരേജ് കഴിച്ചിട്ടടി. എന്താ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രപ്പോസ് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അവനും മാരേജ് കഴിച്ചിട്ട് ഞങ്ങളും കോഴിക്കോരം തുടങ്ങി. അങ്ങനെ എന്നെ ജമ്മൻ ചെയ്ത് ഗേൾസിനെ കറച്ചത് മയക്കിലടി. അതുകൊണ്ടല്ലോ മാരേജ് ചെയ്ത് ഡാൻസ് അവൻ്റെ ലുക്കിട്ട് ഹസ്ബൻഡ് ഹെയർ സ്റ്റൈൽ ഇതെല്ലാം എനിക്ക് കൊടുക്കുമായിരുന്നു. മച്ചി ഗേൾസോടെല്ലാം ചെയ്ത് ഇതുകൊണ്ട് ഇവനെ അടി പിന്നെ പ്ലേ ബോയ് എന്നൊരു വാക്ക് പറയാം. ജമ്മിന് ടീ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഗുഡ് ബോയ് പറഞ്ഞ ഇപ്പോൾ ബാഡ് ബോയ് ആയില്ലടി. വൈ ചോദിച്ചു എന്തടി ബാഡ് ബോയാ? അതടി മച്ചി ഗുഡ് ബോയ് എന്നിട്ട് എല്ലാവരോടും വന്ന് മയക്കിലടി പൊടി. അവനൊക്കെ വേണ്ട. അങ്ങനെ വഴക്ക് പറയായിരുന്നു. അടിപ്പാവി. നെക്സ്റ്റ് ജങ്കുക്കൊരു കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് മച്ചി? അവനും മയക്കിട്ടൊന്നല്ലടി മാരേജ് കഴിച്ചത്. അവനും അവൻ്റെ എല്ലൊക്കെ ഹാർട്ട് അതുകൊണ്ട് അവർ രണ്ടുപേരും മാരേജ് കഴിച്ചത്. അതിന് ഞാനെന്ത് ചെയ്യാം? അങ്ങനെ പറഞ്ഞ് അവരുടെ വീട്ടിൽ ടെൻഷനായി. നമുക്ക് മാരേജ് ആയി, അത് റിയൽ മാരേജ് അല്ല, കോൺട്രാക്ട് മാരേജ് ആണ്. ഞങ്ങൾ ഇവളെന്ത് ഇങ്ങനെ പറയുന്നത് എന്നെ പറയായിരുന്നു. ഉണ്ടാതെ അവളെന്ന് പറയുന്നത് ഇവളിൽ ആര് വന്നു ഞാൻ 47 വന്ന് പ്രപ്പോസ് ചെയ്ത ചില ഒരാൾ ആരില്ല 7 ആളിൽ ഒരാൾ പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്ത ആളുടെ കടുപ്പിലുള്ള മച്ചി ഞാൻ അങ്ങനെ പറഞ്ഞു. ശരി മച്ചി, നിനക്ക് ബൾബ് അവിടെ പൊട്ടും, അതിൻ്റെ ഉള്ളിൽ സർപ്രൈസ് ഉണ്ട്, ഷോക്ക് ഉണ്ട്. സർപ്രൈസ് ഷോക്കാ ഓടി പക്കത്ത്
സർവ ഷോക്ക് എന്തായിരുന്നു ഡോറ് ലോക്ക് ചെയ്ത് എറിഞ്ഞു. ഷാക്കായി. നിങ്ങൾ എന്ത് എന്ന് ഷോക്കായി. അത് പാലിട്ട് അവൾ കൊണ്ടുവരും വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയായിരുന്നു. അതെ, ലോക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് പാലവിടെ വെച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഷോക്കായി. ഇത് ജമ്പൊക്കെ വന്ന് പിടിച്ചു. എന്താ എന്താടി അതൊന്നുമില്ല കുടിച്ചിട്ട് വേർത്തളി കിച്ചൻ ഇവിടെ ഇവിടെ തന്നെ എന്താ ചെയ്യുന്ന. ഓക്കെ നിങ്ങൾ ഞാൻ പ്രപ്പോസ് ചെയ്ത അക്സസില്ല. അതൊക്കെ ഇപ്പം എന്താ ചെയ്യാം. അതൊക്കെ നടി ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ എന്താ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളിങ്ങനെ അവർ പറയാൻ തുടങ്ങി. ഓൾറെഡി എൻ്റെ ചേട്ടനൊക്കും ഓൾറെഡി അറിയും. എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ഓൾറെഡി നമുക്ക് പിടിക്കുമെന്ന് ഓൾറെഡി ഞാൻ ഉറപ്പിച്ച് കേട്ടായിരുന്നു. അതുകൊണ്ടുള്ള എനിക്ക് പ്രൊപ്പോസ് വരില്ല കോളേജിലല്ല. അതെന്താ വരാതെ. ഞങ്ങളാ പ്ലാൻ ചെയ്തത്. അത് മാത്രമല്ല ഓൾറെഡി എനിക്ക് മാരേജ് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അത് മാത്രമല്ല എങ്ങോട്ട് എനിക്കും മാരേജും നടക്കും. അതാണ് വീട്ടിൽ ചോദിച്ച് സമ്മതിച്ചതാണ്. അതെങ്ങനെയാണ്. ഓക്കെ ബേബി നീ എന്നടി വഴക്ക് പറ. അതൊന്നുമില്ല ഇവിടെ തന്നെ അങ്ങനെ പോയി പിടിച്ചു. അതുപോലെ അങ്ങനെ അവർക്ക് ഇവിടെ തന്നെ എന്താ വെച്ചാൽ നീ വഴക്ക് പറഞ്ഞു. അവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഹാപ്പി ഇവിടെ ഇവിടെ വന്ന് ഇത് ഫ്രണ്ട്സ് കേട്ട് ഷോക്കായി. എടി മച്ചി അവരെന്ത് ചെയ്യൂടി. അവർ ശരിയാക്കി അവളെ അങ്ങനെ പറയുന്നത്. നമുക്ക് രാവിലെ നോക്കാം. നൈറ്റ് വെച്ച് ചെയ്ത്. അതെ രാവിലെ ഹീറോയ്ക്ക് പറ്റില്ല. നൈറ്റ് ഇവൾ വരുന്നും കണ്ടില്ല. അതിന് നൈറ്റായി ഹീറോ. അതെ നൈറ്റ് ഹീറോയ്ക്ക് വരെ പറ്റില്ല. അകത്ത് വന്ന് അവരുടെ ഫിറ്റേഴ്സുമാർ ഫുഡ് കൊടുത്തോണ്ട് ഹീറോ റെസ്റ്റ് എടുത്തോണ്ട് അവർ വെളിയിൽ വന്നിട്ട് ഹീറോയെ ഉറങ്ങട്ടെ അതിന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. വീട്ടിൽ ഫാമിലി അവരുടെ സ്മരിക്കുകയായിരുന്നു. എന്തൊരാ കാര്യം അത്. അവരൊന്നും കാട്ടില്ലായിരുന്നു. അവർക്ക് വെക്കമൊക്കെ വരാൻ തുടങ്ങി. ഹീറോയിൻ്റെ ചേട്ടാ എന്താടാ ചെയ്ത്. ഒന്നില്ല അങ്ങനെ മിഡിൽ വെർഷൻ